ഇന്ന് ജൂൺ 5, ലോക പരിസ്ഥിതി ദിനം, വേൾഡ് എൻവയോൺമെന്റ് ഡേ. ഇന്ന് നമ്മളെല്ലാവരും നമ്മുടെ ചുറ്റുമുള്ള പ്രകൃതിയെയും പരിസ്ഥിതിയെയും കുറിച്ച് കൂടുതൽ ബോധവാന്മാർ ആകുന്ന ഒരു ദിനം കൂടിയാണ്. കൂടുതൽ മരങ്ങളും ചെടികളും പിടിപ്പിക്കണം, നല്ല പച്ചപ്പ് നിലനിർത്തണം. അല്ലെങ്കിൽ തന്നെ നമ്മുടെ കേരളം ഗോഡ്സ് ഓൺ കൺട്രി എന്നല്ലേ അറിയപ്പെടുന്നത്. ഇനി കൂട്ടുകാരാണ് അത് നിലനിർത്തേണ്ടത്. കൂടുതൽ ചെടികളും മരങ്ങളും വെച്ച് പിടിപ്പിക്കുക, നമ്മുടെ പച്ചപ്പ് നമുക്ക് കാത്തു സൂക്ഷിക്കാം. കാഥികയിൽ ഇന്ന് പറയുന്ന കഥ ഒരു മരത്തിന് ചുറ്റിപ്പറ്റിയുള്ള കഥയാണ്. ഈ കഥയിലെ നായകന്റെ പേരാണ് ദീപക്. ദീപക് ഒരു കർഷകനായിരുന്നു, ഒരു ഫാർമറായിരുന്നു, നല്ലതുപോലെ അധ്വാനിക്കുന്ന ഒരു ഫാർമർ. പക്ഷെ ദീപകിന് കുറച്ച് ഭൂമിയേ ഉള്ളായിരുന്നു കൃഷി ചെയ്യാനായിട്ട്. അങ്ങനെ അധ്വാനിക്കുമ്പോൾ കിട്ടുന്ന കുറച്ച് പണം കൊണ്ടാണ് ദീപക് തന്റെ അച്ഛനും അമ്മയും നോക്കിയിരുന്നത്. ഒരു ദിവസം നല്ല ചൂടായിരുന്നു. കൃഷി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ദീപകിന് നല്ല ക്ഷീണം തോന്നി. അടുത്തുള്ള ഒരു മരം കണ്ടപ്പോൾ അവിടെ ചെന്ന് കുറച്ചു നേരം റെസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു, കുറച്ചു നേരം ഇരിക്കാമെന്ന് വിചാരിച്ചു. മരത്തിന്റെ അടിയിൽ നല്ല തണലായിരുന്നു. ആ തണലിനടിയിൽ കിടന്നത് ദീപകൻ ഉറക്കം വന്നു. ഹോ, എന്ത് നല്ല തണുപ്പാണ് ഇവിടെ, ദീപക് പറഞ്ഞു. ആ തണുപ്പ് എന്റേതാണ്. ഒരു ശബ്ദം കേട്ടു. നോക്കിയപ്പോൾ മരത്തിനപ്പുറത്ത് ഒരാൾ നിൽക്കുന്നു. ഈ മരം എന്റേതാണ്, അതുകൊണ്ട് ഈ തണലും എന്റേത് തന്നെയാണ്, അയാൾ പറഞ്ഞു. ദീപക് പറഞ്ഞു, അതെങ്ങനെയാ ശരിയാകുക? ആർക്കും ഈ തണലിൽ ഇരിക്കാവുന്നതല്ലേ? പറ്റില്ല, അയാൾ പറഞ്ഞു. തണലിൽ ഇരിക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് 3 സ്വർണ്ണ നാണയങ്ങൾ തരണം. എങ്കിൽ നിങ്ങൾക്ക് തണലിൽ എന്ത് വേണമെങ്കിലും ചെയ്യാം. ഇരിക്കുകയോ കിടക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്തോളൂ. ദീപക് ഒന്നും മിണ്ടിയില്ല. കുറച്ച് ആലോചിച്ച ശേഷം 3 സ്വർണ്ണ നാണയം അയാളുടെ കയ്യിൽ കൊടുത്തു. അയാളുടെ വീട് ഈ മരത്തിന്റെ പുറകിലായിരുന്നു. അയാൾ ആ മരം വീടിന് മുന്നിൽ വെച്ച് പിടിപ്പിച്ചു എന്നുള്ള അഹങ്കാരമാണ് അയാൾ കാണിക്കുന്നത്. അങ്ങനെ പൈസ കൊടുത്ത ശേഷം ദീപക് ആ തണൽ കിടന്ന് ഉറങ്ങാൻ തുടങ്ങി. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ വൈകുന്നേരമായി. അപ്പോൾ എന്തു പറ്റും? സൂര്യന്റെ ദിശ മാറും, അപ്പോൾ തണൽ മാറും, അല്ലെ? അപ്പോൾ ദീപക്കും പയ്യെ വീട്ടിനകം ദീപകനോട് തുടങ്ങി ദേഷ്യപ്പെടാൻ തുടങ്ങി. ദീപക് ഒന്നും മിണ്ടിയില്ല. തണല് തന്റേതല്ലേ, തണൽ എവിടെ പോകുന്നു താൻ അവിടെ പോയി ഇരിക്കും. നേരം ഇരുട്ടാൻ തുടങ്ങിയിരുന്നു. ദീപക് വീട്ടിലേക്ക് പോയി. ഈ ധനികനെ ഒരു പാഠം പഠിപ്പിക്കണം എന്ന് ദീപക് തീരുമാനിച്ചു. അടുത്ത ദിവസം ദീപക് വന്നത് കൂട്ടുകാരുമായിട്ടാണ്. ഉച്ചവരെ നല്ലതുപോലെ ജോലി ചെയ്ത ശേഷം ഉച്ചയ്ക്ക് മരത്തിനടിയിൽ ഇരിക്കാൻ തുടങ്ങി. അവരവിടെ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് പാട്ടൊക്കെ പാടി ആഘോഷിച്ചു. സൂര്യന്റെ ദിശ മാറുമ്പോൾ വെയില് പയ്യെ ആ ധനികന്റെ വീട്ടിലേക്ക് പോകാൻ തുടങ്ങി. ദീപക്കും കൂട്ടുകാരും ആ വീട്ടിനകത്തേക്ക് കയറിയിരുന്നു. ആദ്യം മുറ്റത്തായിരുന്നു, പിന്നെ വീട്ടിനകത്തേക്ക്. ധനികൻ ഉറങ്ങിക്കൊണ്ടിരുന്ന കട്ടിലിനരികിൽ വന്ന് അവരിയ്ക്കാൻ തുടങ്ങി. എന്നിട്ട് ഉച്ചത്തിൽ പാട്ട് പാടാൻ തുടങ്ങി. ധനികന് ദേഷ്യം വന്നു. ഒരബദ്ധം പറ്റി, ആ തണല് വിൽക്കണ്ടായിരുന്നു. അയാൾ ദീപകിനെ നോക്കി പറഞ്ഞു, ഞാൻ ആ 3 സ്വർണ്ണ നാണയം തിരിച്ചു തന്നേക്കാം, നിങ്ങൾ ഒന്ന് ഇറങ്ങിത്തരാമോ? ദീപക് പറഞ്ഞു, എനിക്ക് തണല് മതി, പൈസ വേണ്ട. ഞാൻ 50 സ്വർണ്ണ നാണയം തരാം. വേണ്ട, ഞാൻ 100 സ്വർണ്ണ നാണയം തരാം. നിങ്ങൾ ഒന്ന് പോയി തരാമോ? ദീപക് ആ 100 സ്വർണ്ണ നാണയവും മേടിച്ച് കൂട്ടുകാരുമൊത്ത് ഇറങ്ങിപ്പോയി. ആ 100 സ്വർണ്ണ നാണയം കൊണ്ട് ദീപക് നല്ലൊരു വീട് വെച്ചു. ആ വീടിന് ചുറ്റും മരങ്ങളും വെച്ചു. ആ മരങ്ങൾ വളർന്ന് ആ വീടിന് നല്ല തണുപ്പ് നൽകാൻ തുടങ്ങി. അത്യാഗ്രഹിയായ ധനികനെ പറ്റിയ അബദ്ധം കണ്ടില്ലേ? ഒരു തണല് വിറ്റ് പൈസ ഉണ്ടാക്കാനാണ് അയാൾ നോക്കിയത്. ബുദ്ധിമാനായ നമ്മുടെ ദീപക് അയാളെ പറ്റിച്ച് അതിന്റെ എത്രയോ ഇരട്ടി പൈസ മേടിച്ചെടുത്തു. അപ്പോൾ ഈ കൂട്ടുകാർ മറക്കണ്ട, നിങ്ങളും മരങ്ങളും ചെടികളും നടുക. ഇല്ലെങ്കിൽ നിങ്ങളും എവിടുന്നെങ്കിലും തണൽ മേടിക്കേണ്ടി വരും. മറ്റൊരു കഥയുമായി കാതിക നാളെ. നന്ദി, നമസ്കാരം.